ഞാനിപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ ടെറസിൽ കയറിയിരിക്കുകയാണ്. കണ്ടോ, നമ്മുടെ കാറ് താഴെ ഉണ്ണിയേട്ടൻ്റെയും ഞങ്ങളുടെയും കാറ് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അതിലെയാണ് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ അകത്ത് കയറി ഇങ്ങനെ ലെഫ്റ്റ് എടുക്കുമ്പോഴാണ് വീട്ടിലേക്കുള്ള എൻട്രൻസ്. ഞാനിപ്പോൾ ചേച്ചിയുടെ ടെറസിൽ കയറി. ഈ ഒരു കാട്ടിൽ ഫുള്ള് ബാക്ക് സൈഡ് ഇങ്ങനെ ഒരു കാട് പോലെ കിടക്കുകയാണ്. ഇവിടെ ഫുള്ള് മയിലുകൾ വരാറുണ്ട്. ഞാനിപ്പോൾ നോക്കുകയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ 6:30 മണിക്കാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ പോയി മയിലിൻ്റെ സൗണ്ട് കേൾക്കാം, പക്ഷെ മയിലിനെ കാണുന്നില്ല. താഴെ പോയി നോക്കാം. ഞാനിപ്പോൾ ഈ വീടിൻ്റെ താഴേക്ക് ഇറങ്ങി. കണ്ടോ, കുറേ പണിയോടെ ഇനി എല്ലാം ഒതുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഉണ്ണിയേട്ടൻ്റെ വണ്ടി. പിന്നെ അറിയാമല്ലോ. ഓക്കെ, എൻ്റെ ലക്ഷ്യം നിങ്ങൾക്കറിയാലോ, മയിലിനെ കാണുക എന്നുള്ളതാണ്. ഞാൻ നോക്കട്ടെ. നമ്മുടെ ശബ്ദം കേട്ടാൽ മയിൽ പോവും, അതാണ് പ്രശ്നം. സാധാരണ അന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ദൂരെ അവിടെ മയിൽ നടക്കണത് ഞാൻ കണ്ടതാ. വലിയ മയിലായിരുന്നു. ഞാനിപ്പോൾ ആ കാട്ടിക്കൂടെ നടക്കേണ്ടിയിരുന്ന തോന്നുന്നത് കാണിക്കാൻ. കണ്ട, ഞാൻ നേരത്തെ അവിടെ നിന്നത് നിങ്ങളെ കാണിച്ചു തരാൻ, പക്ഷേ പറ്റിയില്ല. നമുക്കെന്തായാലും കുറച്ച് ദൂരം പോയി നോക്കാം. ഞാൻ കണ്ടോ, നടന്ന് റോഡ് വരെ എത്തി ഗൈസ്. അപ്പോൾ റോഡ് എത്തിയപ്പോൾ വിചാരിച്ച് മയിലിന് പകരം റോഡ് കാണിച്ചു തരാമെന്ന്. കണ്ട, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാൽ തിരുവല്ലാമല ടൗണായി. പിന്നെ കുത്താമ്പള്ളി, ഇതേ കണ്ട AR ഹാൻഡ്ലൂംസിൻ്റെയൊക്കെ ബോർഡ് കണ്ട. ഇതിലേ പോയാൽ കുത്താമ്പള്ളി എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയിട്ടുള്ള ഹാൻഡ്ലൂം സെൻറ്റേഴ്സിലേക്ക് പോവാം. ഇതിലേ പോയാൽ പഴയന്നൂർ റൂട്ട്. അങ്ങനെ ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കാണ് ഗ്രീൻഫീൽഡ് അവന്യൂ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി. ഈ വീട്ടിലൊരു പട്ടിയുണ്ട്. കണ്ട, ഏതെങ്കിലും ഒരു മൃഗത്തിനെ കണ്ടുവന്നില്ലേ? കണ്ട പട്ടീനെ. ഇതാണ് പട്ടിക്കുട്ടി. പേരൊന്നും അറിയില്ല. ചേച്ചിയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു വീട് മാത്രമേ ഇവിടെ ഉള്ളൂ, ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത്. കാട്ടിലൂടെ കയറണം എന്നുള്ള ആഗ്രഹത്താൽ ഞാൻ ഒരു മഴവഴി നോക്കി കുറച്ച് ഹൈറ്റിൽ നിന്നാലോ എന്നാലോചിച്ചു. ഇതാണ് ആ മരം. പക്ഷെ അങ്ങോട്ട് പോകണമെന്ന് എനിക്കുണ്ട്. മയിലുള്ള സ്ഥലത്ത് പാമ്പുണ്ടാവില്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അങ്ങറ്റം വരെ എത്താനുള്ളൊരു പേടി. അപ്പോൾ മെയിൻ റോഡിൽ കൂടെ നടന്ന് കുറച്ച് ദൂരം പോകുമ്പോൾ ഒരു ലെഫ്റ്റ് കട്ട് ചെയ്ത് കുറച്ച് അകത്തോട്ട് വന്നിരിക്കുകയാണ്. ഒരു മോർണിംഗ് വാക്ക് പ്ലസ് ഞാൻ വരാൻ ആഗ്രഹിച്ചൊരു സ്ഥലമാണ്. ഈ ഒരു ഭാഗത്തുനിന്ന് കണ്ടോ വീട് കണ്ട അവിടെയുള്ളവരറിഞ്ഞാൽ എന്നെ ചീത്ത വിളിക്കും. ഞാൻ പറയാതെയാണ് വന്നത്. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ കാണും. ഞാൻ വന്ന വഴിയൊക്കെ നമുക്കിതിലേ പോയി നോക്കാം. നേരത്തെ ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പം ഈ പച്ച ബിൽഡിങ്ങിൻ്റെ മേലെ മയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് കാട് വഴി വരാതെ റോഡ് മാർഗേ വന്നു. നമുക്ക് നോക്കാം. ഇനിയും കാണാൻ പറ്റിയില്ലെങ്കിൽ ഗൈസ്
ഐ എം അൺലക്കി. നോക്കട്ടെ, അല്ല ഞാൻ കണ്ടു ഒരു നോട്ടം, നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. നമുക്ക് നോക്കാം. ആളും പ്രദേശമൊന്നും ഇല്ലാത്തൊരു വഴി. ആ മരത്തിൽ മയിലിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇതേ കണ്ട? അയ്യോ എൻ്റെ കൈ എവിടെ? ആ അതെ കണ്ട? മയിലിൻ്റെ വാലൊക്കെ തൂങ്ങിയിരിക്കുന്നത് കണ്ട? അവിടെ ഇരിക്കുന്നുണ്ടോ മയിൽ? കണ്ട? ഈ വഴി കൂടെ സത്യം പറഞ്ഞാൽ നടന്നു പോകുമ്പോൾ ഇത് പേടിയില്ലാതെ ഇല്ല. വീടൊന്നുമില്ല, മൊത്തത്തിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഏരിയയൊക്കെ കാണാം. കണ്ടോ? അവിടെ ഒരു താഴ്ച കണ്ടോ? ആ താഴ്ചയിലുണ്ട് ഈ സാറുമാർ. പക്ഷെ അങ്ങോട്ട് പോകാനുള്ള വഴി ആണ് പ്രശ്നം. അറ്റ് ലാസ്റ്റ് ഞാൻ ആ സ്ഥലത്തെത്തി. കണ്ടോ മയിൽ നടക്കുന്നത്? കണ്ടോ? സൂം ചെയ്യട്ടെ. അയ്യോ കണ്ട മോർണിംഗ് വാക്കെന്നും പറഞ്ഞ് സാഹസ്യമേറിയ വഴികളിലൂടെയൊക്കെയാണ് ഞാൻ നടക്കുന്നത്. കണ്ട? ഒരാൾ പോലും ഇല്ല. കണ്ട? മയില പാറപ്പുറത്തിരിക്കുന്നുണ്ട്. എൻ്റെ ഒരു താഴ്ചയുണ്ടോ? ഒന്ന് ചാടിക്കോട്ടെ. അയ്യോ അതെൻ്റെ ശബ്ദം കേട്ട് ഓടുകയാണോ ഒരു സംശയമില്ലാതില്ല. ഇനി മനസ്സിലായി ആളാരോ വരുന്നുണ്ടെന്ന്. ഞാൻ ദേ ആ റോഡിൽ കൂടെ വന്നിങ്ങനെ ഇറങ്ങി. കണ്ട? ഒരു പുഴയുടെ തീരത്തെത്തി. സത്യം പറഞ്ഞാൽ ഇത്രയും ധൈര്യം എനിക്ക് എവിടെ നിന്നാന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. പക്ഷേ എന്തോ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ഇങ്ങോട്ട് വരികയാണ്. മയിൽ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ മയിൽ റോട്ടിലോട്ട് കയറിപ്പോയി. കണ്ട? ഞാൻ വന്ന വഴി റോട്ടിൽ മയിൽ നിൽക്കുകയാണ്. മയിൽ ഓടിപ്പോവാ. നേരത്തെ ഈ മയിലിന് റോട്ടിൽ വന്ന് നിന്നെങ്കിൽ ഞാൻ ഇത്രയും ദൂരം താഴെ വരില്ലായിരുന്നു. ഒരു മയിലിനെ തേടി വന്നിട്ട് കണ്ട എൻ്റെ ചെരുപ്പ് പൊട്ടി. അയ്യോ നീ ഇതുകൊണ്ട് എത്ര ദൂരം വീടെത്തിയാലാ? നടക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് നടക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ അത് അജിയേട്ടൻ കണ്ടു കഴിഞ്ഞാൽ വേറെ കേൾക്കും. എനിക്ക് ഒറ്റ ബുദ്ധി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം നടന്ന് വന്ന് മയിലിനെ കണ്ടതെന്നൊക്കെ പറയും. പക്ഷേ ഗൈസ് ഞാൻ 5:30 മണി മുതൽ എണീറ്റിരിക്കുകയാണ്. പുറത്തൊരു ചെറിയ വെളിച്ചം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ മയിലിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചാൽ എങ്ങനെ കാണാതെ പോകണമെന്ന് തിരിച്ച് എറണാകുളത്തേക്ക് പോകും. ഇവിടെ ഉള്ളവർക്ക് മയിലൊക്കെ വരുമ്പോൾ
കാക്ക പോകുന്നൊരു ലാഘവമാണ്. പക്ഷേ എനിക്ക് മയിലിനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഞാനിപ്പോൾ ഇത്രയും ദൂരം നടന്നു വന്ന് മയിലിനെ കാണണമെങ്കിൽ ശരിക്കും ചേച്ചിയുടെ വീട്ടിൻ്റെ പുറത്ത് മയിലുകൾ വരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം പാലുകാച്ചലിനൊക്കെ വന്നപ്പോൾ വന്നതാണ്. പക്ഷേ ഇന്ന് വന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും 1.5 കിലോമീറ്റർ നടന്ന് വന്നത്. കണ്ടിപ്പോഴും എൻ്റെ കണ്ണുകൾ തേടുന്നത് വല്ല മരക്കൊമ്പിൽ മയിലുണ്ടോ എന്നുള്ളതാണ്. നോക്കാം. വീടത്തെ എന്തായാലും കുറച്ച് ദൂരം ഉണ്ടല്ലോ. ശബ്ദം കേട്ടാ കേട്ടോ ഉണ്ടോ? ഞങ്ങളുടെ വീട് കണ്ടോ? വീടിൽ കൂടെ ചേച്ചി കണ്ട ഇവിടെ കണ്ട ചേച്ചിയുടെ തുണി അലക്കുന്നു. ഇപ്പം ചേച്ചി വിചാരിക്കുന്നുണ്ടാവും അനിയൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വട്ടത്തിയാണല്ലോ. ജംഗ്ഷൻ വഴിയാണോ പോയേ, കാട് വഴിയാണോ പോയെന്നൊക്കെ ചേച്ചി ചോദിച്ചു. നിങ്ങൾക്കറിയാലോ, ഈ വീഡിയോ കാണുമ്പോൾ ചേച്ചിക്ക് മനസ്സിലാവും ഞാൻ റോഡ് മാറുകയാണ് ഇത്രയും ദൂരം നടന്നു വന്നതെന്ന്. കുറേ കാലം ഇങ്ങനെ നടന്നിട്ട് സാധാരണ വേർക്കാത്തതാണ് ഞാൻ. ഇന്ന് ശരിക്കും മയിലിനെ കാണാൻ വേണ്ടി പണിയെടുത്തു. കണ്ടോ, വേർത്തിരിക്കുന്നു. തിരിച്ചുള്ള ലക്ഷ്യമാർഗത്തിലെത്തി നമ്മൾ. ഈ മെയിൻ റോഡിൽ നിന്ന് റൈറ്റ് പോയി കുറച്ച് ദൂരം നടന്നാൽ അടുത്ത റൈറ്റ്, അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നാൽ വീടെത്തും. ഈ ചെരുപ്പ് കൊണ്ട് നടക്കാൻ ഉള്ള ബുദ്ധിമുട്ട് മാത്രമേ ഇപ്പം എനിക്കുള്ളൂ, അല്ലാതെ വേറെ ഒരു പ്രശ്നവുമില്ല. ഒരു ലോഡ് പണിക്കാരായിട്ട് പോവുകയാണ്. ഐ തിങ്ക് ബംഗാളികളാട്ടോ. ഫ്രീ ആയിട്ടൊരു ടാറ്റയൊക്കെ തന്നോ ചേട്ടന്മാർ? യെസ്, നമ്മുടെ സ്പോട്ടെത്തി. സാധാരണ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നോർമലി എനിക്ക് പറ്റുന്നതാണ്. ചിലപ്പോൾ നമ്മുടെ കാര്യം നേരത്തെ നടക്കാൻ ഒരുപാട് ചാൻസസ് ഉണ്ടായിട്ടും ലേറ്റായിട്ട് നടക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു മയിലിനെ ഞാൻ ഇവിടെ കാണുവാണെങ്കിൽ ഞാൻ ഇത്രയും ദൂരം നടക്കേണ്ടി വരില്ലായിരുന്നല്ലോ ഗൈസ്. പക്ഷേ എന്നെ നടത്തിച്ചു മയിൽ. എൻ്റെ ഇഷ്ടം മയിലിനെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും മയിലിനെ നടത്തിച്ചത്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. സ്ട്രേഞ്ച് വാക്കായിരുന്നു. ഒരാൾ പോലും ഇല്ലാത്ത പ്രദേശത്ത് കൂടെ നടന്നപ്പോൾ. അപ്പം ഞാൻ വീടെത്തി. ഇനി പോയി ഒന്ന് മുഖമൊക്കെ കഴുകി, മുഖം കഴുകിയതാണ് എന്നാലും ഒന്ന് ഫേസ് വാഷൊക്കെ ഇട്ട് കഴുകി ഫ്രഷ് ആവട്ടെ. എല്ലാവരും ഉറക്കമാണ്. എല്ലാവരും ചേച്ചി അമ്മയൊക്കെ എഴുന്നേറ്റു. ആവണിയും ആദുവാവയും അജിനേട്ടനും എല്ലാം നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാനൊന്ന് പോയി ഫ്രഷ് ആവട്ടെ. ഓക്കെ, ബൈ.